ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിൻ്റെ മീനിങ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം. നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. കാരണം ഇവരുടെ വലത് സൈഡിൽ ഇരിക്കുന്നത് 3 കപ്സ് ആണ്. അതവരുടെ ഫാമിലിയാണ്, കരിയറാണ്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ അവരുടെ വലത് കൈ നീട്ടിയിരിക്കുന്നത് നിങ്ങളിലേക്കാണ്. അവിടെ നിങ്ങളിലേക്ക് സ്നേഹം പകർന്നു നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. പലപ്പോഴായി നിങ്ങളും അവരും തമ്മിൽ കാണാനായിട്ട് ഒത്തിരി അവസരങ്ങൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്നിരുന്നു. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തെ മിസ് ചെയ്തു എന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നു. കാരണം മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിൽ കാണാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവര് നിങ്ങളെ കാണാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നില്ല. ആ സമയമൊക്കെ അവരെ ബിസിയാണെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയ സമയത്ത് നിങ്ങളോട് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊരു വാല്യൂ തന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായ പ്രേമ നിമിഷങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തെയാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ദ ഡെവിളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവാൻ കാരണം ഒരു തേർഡ് പാർട്ടി ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് ആരാണെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം, അല്ലേ? ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം മൂലമാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ക്വിക്കായിട്ടും സൈലന്റ് ആയിട്ടും മാറിപ്പോയതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിന് കാരണം തേർഡ് പാർട്ടിയിൽ നിന്നും ഒത്തിരി അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളിലേക്ക് വരുവാതെ അവരെവിടേക്കും പോവില്ല. നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം, സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ആണെന്ന് അവർ തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളോട് വന്ന് മാപ്പ് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയത്, ആ ഒരു കാരണം തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടും യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ, നിങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു മോചനമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം 7 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ 7 ആഗ്രഹങ്ങളെയാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട്, സത്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെയാണ് ഇവിടെ ഈ കാർഡ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ ഒരുങ്ങുന്നു. നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, വ്യത്യസ്ത എനർജിയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. അത് സത്യസന്ധമായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ആ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സിൻ്റെ അടുത്ത് ജെനുവിൻ ആയിട്ടായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കുമ്പോഴും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുമ്പോഴും നമ്മളിലേക്ക് പോസിറ്റീവ് തിങ്കിങ് വരും, നമ്മളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരും. അങ്ങനെയുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ അധികം വൈകാതെ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ 5 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് അതീവ ദുഃഖത്തിലാണെന്ന് കാണിക്കുന്നു. അവർ രാത്രികാലങ്ങളിലാണ് കൂടുതൽ ദുഃഖിച്ചിരിക്കുന്നത്. അവരുടെ വലത് കയ്യിലിരിക്കുന്നത് നിങ്ങളോട് സ്നേഹമാണ്. ബാക്കിയുള്ള കപ്സൊക്കെ അവർ മാറ്റി വെച്ചിട്ട്, അവരുടെ ഫാമിലി, കരിയർ എല്ലാവരും മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അത്രമേൽ വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് പൂർണ്ണതയിൽ എത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്.
നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമോഷൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും ചേരുന്ന നിമിഷമാണ് അവർ സന്തോഷവാനായിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച അതേ ദുഃഖത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. കാരണം അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾ കാർഡിലൂടെ. നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം എന്ന് പറയുന്നത് ആ നിമിഷം അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. എന്നാൽ ഈ നിമിഷം മുതൽ അവർ നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നു. അവർ നിങ്ങളിലേക്ക് ഒരു വിത്തെറിയുന്നു. ആ വിത്ത് മുളച്ച് അത് ഒരു ചെടിയായി പിന്നീട് അതൊരു വൃക്ഷമായി മാറുന്നു. അതിൽ നിന്നുള്ള സ്നേഹം നുകരാനായിട്ട് നിങ്ങളോട് അവർ പറയുന്നു. അത് തന്നെയാണ് ഇവിടെ 7 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് സ്നേഹം തരുവാനായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച കമ്മിറ്റ്മെന്റ് തരാനായിട്ട്, നിങ്ങളിലേക്ക് അത്രമേൽ പ്രണയത്തോടുകൂടി നിങ്ങളെ മാത്രം നോക്കി കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 7 ഓഫ് പെന്റക്കിൾ കാർഡിലൂടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നീതി തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു നീതി തരണം, നിങ്ങളെ അവരിലേക്ക് ക്ഷണിക്കണം. അവരും നിങ്ങളുമായിട്ടുള്ള പ്രണയം യഥാർത്ഥമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന് മനസ്സിലാക്കുമ്പോൾ ജസ്റ്റിസ് തന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് കാർഡിലൂടെ മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് കാണിക്കുന്നത്. ഡ്രീംസിനെയാണ് കാണിക്കുന്നത്. പവർഫുൾ വിഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് കാണുന്നു. നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് യൂണിവേഴ്സ് കൊണ്ടുവരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ പ്രാർത്ഥന കേൾക്കാതെ യൂണിവേഴ്സ് പോവില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. എങ്ങനെ മടങ്ങി വരുന്നു? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ അതിയായ ആഗ്രഹത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അത്രമേൽ ആഗ്രഹത്തോടു കൂടിയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലേ? ആ ആഗ്രഹം എന്ന് പറയുന്നത് യൂണിവേഴ്സിന് മനസ്സിലാകുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹം ജെനുവിൻ ആണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. അത് ഉറപ്പ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൺസ് കാർഡ് മീൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ഉറച്ച നിലപാടെടുത്ത ഒരു പേഴ്സൺ എനർജി. അവരിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്, ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പേഴ്സണെ തിരിച്ചു വേണം. ഏത് തേർഡ് പാർട്ടി ഞങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇനി ഒന്നുമല്ല. ഞാൻ എന്ന വ്യക്തി പൂർണ്ണനാകുന്നത് അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തുന്നത് എൻ്റെ പേഴ്സണിലേക്ക് ഞാൻ മടങ്ങി ചെല്ലുമ്പോഴാണ്. അത്രമേൽ ഇഷ്ടം അവർക്ക് എന്നോടുണ്ടായിരുന്നു. ഞാൻ അത് മനസ്സിലാക്കാൻ വൈകി. ഇന്ന് ഉറച്ച നിലപാടുള്ള, ഉറച്ച തീരുമാനമെടുത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കിങ്ങിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കിങ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം കാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സണും അവരുടെ കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവരുടെ കരിയറിൽ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ തിരക്കിട്ട നിമിഷങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. നിങ്ങളിലെത്തുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാവുക എന്ന് തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന, അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ കിങ് ഓഫ് വാൺസ് കാർഡിലൂടെ കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് കാർഡാണ്. ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. കറന്റ് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡേ ഡ്രീം ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രമേൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചോ അതിൻ്റെ ഇരട്ടിയായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രണയിക്കുന്നു. നിങ്ങളുടെ പ്രണയം സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന, ആ പ്രണയം നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓറക്കിൾ കാർഡ് കൂടെ എടുക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഹോപ്പാണ് കാണിക്കുന്നത്. ഐ ഹാവിൻറ്റ് ഗിവ് അപ്പ് ഓൺ അസ് യെറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ഇതുവരെയായിട്ട് അവർ കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ഓർമ്മകളെ കൈവിട്ടിട്ടില്ല. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് അവരുടെ പ്രണയം എന്ന് തിരിച്ചറിയുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്.
ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവിനെയാണ് കാണിക്കുന്നത്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായ സമയത്ത് നിങ്ങളിങ്ങനെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവാം, നിങ്ങൾ ഹീലായിട്ടുണ്ടാവാം അല്ലേ. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ് സെൽഫ് ലവ് ചെയ്യൂ, ഹീലാവൂ എന്ന്. അങ്ങനെ സെൽഫ് ലവ് ചെയ്ത് നമ്മളിലുള്ള വേദനകളെ നമ്മൾ ഹീലാക്കി കളയുന്ന എത്ര പേരുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്. ആ വ്യൂവേഴ്സിനാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയോ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ, ആ നിമിഷം മുതലാണ് നിങ്ങളിലേക്കുള്ള ഹോപ്പ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൈവിട്ടിട്ടില്ലെന്ന് അവർ തിരിച്ചറിയുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അങ്ങനെ ചെയ്ത എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സെൽഫ് ലവ് ചെയ്ത് ഹീലായ വ്യക്തികൾക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം കാർഡ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. നിങ്ങളെ ക്ഷണിക്കുകയാണ് അവർ അവരുടെ ഫ്യൂച്ചറിലേക്ക്. അവരുടെ ജീവിതം ഫുള്ള് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു നല്ലൊരു ലൈഫിനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങളോട് ആ ഒരു പഴയ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരികയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടൈം കാർഡ് കൂടെ നോക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ള ടൈം കാർഡ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 19 ഡേയ്സ് എന്നാണ് കാണിക്കുന്നത്, 19 ദിവസം. സെക്കൻഡ് കാർഡ് 28 ഡേയ്സ് എന്നാണ് കാണിക്കുന്നത്, 28 ദിവസം. തേർഡ് കാർഡ് നെക്സ്റ്റ് ജൂൺ എന്നാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം എത്രമാത്രം ജെനുവിനാണോ അത്രമാത്രം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അത്രമേൽ വേഗത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ 90 ഡേയ്സ് എന്ന് പറയുമ്പോഴും 28 ഡേയ്സ് എന്ന് പറയുമ്പോഴും വളരെ അടുത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ നെക്സ്റ്റ് ജൂൺ എന്ന് കാണിക്കുമ്പോൾ ഒരു 3 മാസത്തെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കുറവാണ്, പോസിറ്റീവ് തിങ്ക് ചെയ്യുന്നതിൻ്റെ കുറവാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് റീഡിംഗ് എല്ലാം കാണുന്നവരാകാം. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ആ പ്രാർത്ഥന എന്ന് പറയുന്നത് 3 മുതൽ 3:15 വരെയുള്ള സമയം, ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്ന, മുടക്കം വരാതെ ചെയ്യുന്ന ഏതൊരു എനർജി ആയാലും നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ആഗ്രഹം കൂടും. അവരെത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരും. അങ്ങനെയുള്ള എനർജീസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സമാധാനമായിട്ടിരുന്നോളൂ. നിങ്ങളുടെ പേഴ്സൺ വളരെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരും. എന്നാൽ ഈ ജൂൺ മാസം വരെ വെയിറ്റ് ചെയ്യുന്ന എനർജീസ് നല്ലപോലെ പ്രാർത്ഥിക്കൂ. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരും. അത് നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്രമേൽ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി ചെയ്യൂ. നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കൂ. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.